അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. കൊണ്ടുവിട്ടു. എന്തു പറ്റിയടാ? എന്തു പറ്റാനാ? അവൾക്കുടനെ കുഞ്ഞ് ജനിക്കാത്തത് എന്റെ കുറ്റാണോ? എടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞ കാര്യാ പറഞ്ഞത്. ഇനി കുഞ്ഞുങ്ങളുണ്ടാവാൻ കാലതാമസം എടുക്കുമെന്ന്. ഇതൊക്കെ ആരാ അമ്മയെ വരുത്തി വെച്ചത്? അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ അല്ലേ? കുഞ്ഞിനെ കൊന്നത് അവരല്ലേ? എടാ മോനെ, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഒന്നും മനഃപൂർവ്വം അല്ല. അത് അവളും കൂടെ മനസ്സിലാക്കണ്ടേ? അതിലും ഞാൻ പ്രതിയല്ലെന്ന് അവള് തിരിച്ചറിയണ്ടേ? എന്നിട്ട് എല്ലാ കുറ്റവും എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് പോയിരിക്കും അവള്. ഇനി ഈ ബന്ധം നിലനിൽക്കുമെന്ന് പോലും അറിയില്ല. എടാ മോനെ, അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ദേ, അവള് പിണങ്ങിയാലും നീ അവളെ വിട്ടുകളയല്ലേ? എടാ, കോടിക്കണക്കിന് ആസ്തിയുള്ളവളാ. ഇവിടെ നമ്മുടെ നിലനിൽപ്പ് തന്നെ പരിങ്ങല്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് അവളുടെ സഹായം നിനക്ക് വേണ്ടി വരൂടാ മോനെ. അതിനെ സഹായിച്ചിട്ട് അത് വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്നതാണ് അവളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ സ്വഭാവം. ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ കാരണത്തോടം പൊട്ടിക്കാനാ തോന്നുന്നത്. പിന്നെ അത് ചെയ്യാത്തതേ ബന്ധം നിലനിൽക്കണല്ലോ എന്ന് കരുതിയിട്ടാ. ദേ, ഒരു കാര്യം ഞാൻ പറയാം. എടാ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാവള്. അതിന്റെ വേദന ഇപ്പോഴും ആ കൊച്ചിനുണ്ട്. ആ സമയത്ത് നിയന്ത്രണം വിട്ട് നീ തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട. അവൾക്കുടനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞ ശേഷം വഴിയരികിൽ വെച്ച് അവൾ എന്നെ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു. പിന്നെ അതിന്റെ ബാക്കി പറഞ്ഞത് അവളുടെ വീട്ടിലെത്തിയപ്പോ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടിയാ. ഇതെല്ലാം കേട്ടോണ്ടിരിക്കേണ്ട കാര്യം എന്താ അമ്മ? എനിക്ക് ഒന്നാമത് കമ്പനിയിൽ തരം താഴ്ത്തിയതിന്റെ വേദന ഒരുപാടാ. അതിന്റെ കൂടെ മരിച്ചെന്ന് കരുതിയവരൊക്കെ തിരിച്ചു വന്നതിന്റെ സങ്കടം വേറെ. ഈ സമയത്ത് അവൾ എന്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത് അമ്മേ? എടാ, അവളൊരു കൊച്ചു പെണ്ണല്ലേടാ. എന്ത് കൊച്ചു പെണ്ണ്? അവൾക്ക് 10-20 വയസ്സില്ലേ? തെറ്റ് ചെയ്തിട്ടാണ് വിമർശിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ വായി വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞാലോ? എടാ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ കുടുംബവും ബിസിനസ്സും ഒക്കെ നീയാണ് നോക്കി നടത്തുന്നല്ലേ കല്യാണത്തിന് മുമ്പ് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് നിന്റെ അമ്മാവൻ. എടാ, അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു വീഴ്ചയല്ലേ? അതെ, അത് പറഞ്ഞു തന്നെയാണ് 3 എണ്ണം കൊണ്ട് എന്നെ കൊച്ചാക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന ആരെങ്കിലും കരുതിയോ അമ്മേ? അന്ന് കല്യാണം നടക്കുന്നതിന് മുമ്പ് അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞെന്താ? മഹാലക്ഷ്മി എന്ന് പറയുന്നവള് വന്നു കഴിഞ്ഞാൽ ഈ വീടും വീട്ടിലുള്ളവരൊക്കെ നോക്കിക്കൊള്ളുന്നല്ലേ? ഒരു ജോലിക്കാരിയെ പോലെ ഇവിടെ കഴിയുന്നല്ലേ? എന്നിട്ട് എന്തായി? ഇപ്പോ ജോലിക്കാരിയെ പോലെയാണോ ജീവിക്കുന്നത്, അതോ മുതലാളിയെ പോലെ? അവരുടെ മുന്നില് ഇപ്പൊ നമ്മളെല്ലാവരും തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ? അതൊക്കെ എന്റെ കുറ്റാണോ? എടാ, 2 ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഈ വിമർശനമൊക്കെ കുറയ്ക്കണം. ഈ ബന്ധം പിരിയുന്ന രീതിയിലൊക്കെയാ മോളും അച്ഛനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്നത്. ഒരേ ഒരു കാര്യം തന്നെയാ ഏത് സമയത്തും പറയുന്നത്. അത് കേട്ട് മടുത്തു. എടാ, ഞാൻ ഇടയ്ക്ക് പോയി അവരെല്ലാം കണ്ടോളാം. എന്തിനാ അമ്മ അങ്ങോട്ട് പോകുന്നത്? ഇനി എന്നോട് പറഞ്ഞതിന്റെ ബാക്കി കേൾക്കാനാണോ? ഇനി അവള് നോർമലായി വരണമെങ്കിൽ അധികാരം മുഴുവൻ അവരാഗ്രഹിക്കുന്ന പോലെ എനിക്ക് കിട്ടണം. എനിക്ക് ഈ വീടും കമ്പനിയും ഭരിക്കാൻ പറ്റണം. അതിന് തൽക്കാലം കഴിയില്ലെന്നറിയാം. അതിന്റെ കൂടെ അയാളുടെ ഒടുക്കത്തൊരു ടൂർ പ്രോഗ്രാം അറേഞ്ച്മെന്റ്. അയാൾ ഏട്ടത്തെയും കൂട്ടി മൂന്നാറേക്ക് പോയതാ ഇപ്പൊ അവളുടെ സമനില തെറ്റിച്ചത്. അതിന്റെ കൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വൈകുമെന്ന് ഡോക്ടറും പറഞ്ഞത്. അയ്യോ, അതിന് തടസ്സമൊന്നുമില്ലല്ലോ? അതൊന്നും അറിയില്ല. അയ്യോ.